ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളൊരു ഇത് കേട്ടിട്ടുണ്ടോ? പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസ്. ഇതിപ്പോൾ എന്താ ഇവിടെ പറയേണ്ട കാര്യമെന്നല്ലേ? അത് ചോദിക്കരുത്, വെറുതെ ഒരു പഞ്ചിന് പറഞ്ഞു എന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ പാർട്ടിയിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 69ാമത്തെ പാർട്ടാണ്. പാർവണ, താൻ കിടക്കാൻ വരുന്നില്ലേ? ശിവാനിയുടെ ശബ്ദം പുറത്തു നിന്ന് കേട്ടതും ശിവ വേഗം പാർവണയിൽ നിന്ന് അകന്നു മാറി. പാർവണ, ഞാൻ പറയുന്നത് എന്താ താൻ കേൾക്കുന്നില്ലേ? ശിവാനി വീണ്ടും ചോദിച്ചു. ശിവാനി പോയിക്കോളൂ, ഞാനിപ്പോ വരാം, പാർവണ പതർച്ചയോടെ പറഞ്ഞു. ഓക്കേ, അത് പറഞ്ഞ് ശിവാനി തിരികെ പോയി. ശിവ വേഗം ബാക്ക് ടബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പാർവണയെ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അത് കണ്ട ശിവ അവളെ എടുത്തുയർത്തി ടബിൽ നിന്നും താഴെ ഇറങ്ങി. ശേഷം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. ആ പെണ്ണുകാരൻ എൻ്റെ ഒരു ഫ്രഞ്ച് മിസ്സായി, അവൾക്ക് ഇവിടേക്ക് വരാൻ കൊണ്ടൊരു സമയം, പാർവണ സ്വയം പെറുപെറുത്തു. അതുകൊണ്ട് പാർവണ ശിവാനിയുടെ റൂമിലേക്ക് നടന്നു. അവിടെ ദേവോ റിയമോട് ഇരുന്ന് കളിക്കുകയാണ്. കുറച്ചപ്പുറത്തായി താടിക്ക് കൈയും കൊടുത്ത് ശിവാനി കാര്യമായി എന്താ അലവലാണ്. ഹലോ, ഈ ലോകത്തെങ്ങാനും ഉണ്ടോ? പാർവണ കൈവീശിക്കൊണ്ട് ശിവാനിയോട് ചോദിച്ചു. എനിക്കൊരു സമാധാനവും ഇല്ല പാർവണ, ഇനി ആകെ 3 ദിവസം കൂടിയുള്ള ഞാനിവിടെ. ഈ 3 ദിവസം കൊണ്ട് കണ്ണേണ്ണ മാരേജിന് സമ്മതിപ്പിക്കാൻ കഴിയുന്നു തോന്നണില്ല. ക്ലാസ്സും കളഞ്ഞ് ഇവിടേക്ക് പോന്ന് വെറുതെ ആയിന്നാ തോന്നണേ, ശിവാനി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. താനിങ്ങനെ സങ്കടപ്പെടാതെ ശിവാനി, നമുക്ക് എന്തെങ്കിലും ഐഡിയ കണ്ടെത്താം, അവളെ സമാധാനിപ്പിക്കാനായി പാർവണ പറഞ്ഞു. എന്താ ഐഡിയ? എന്തെങ്കിലും ഐഡിയ നടത്തണമെങ്കിൽ കണ്ണേണ്ണ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? രാവിലെ ആള് ഹോസ്പിറ്റലിൽ പോകും, പിന്നെ തിരിച്ചു വരുന്ന 6 മണിക്കാ. വന്നാലൂടെ റൂമിൽ കയറി വാതിലടച്ചിരിക്കും, പിന്നെ പുറത്തിറങ്ങും ഭക്ഷണം കഴിക്കാനാ. അത് കഴിഞ്ഞാൽ വീണ്ടും റൂമിലേക്ക് പോകും. അതിനിടയിൽ എന്താ ഐഡിയ പ്ലാൻ ചെയ്യാനാ? അത് ശരിയാണ്, നമുക്ക് എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കാം, പാർവണ പറഞ്ഞു. നാളെ ദേവേട്ടനും ശിവേട്ടനും കൂടി കമ്പനിയിലാണ് പോണേ. ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരുന്നാണ് ദേവേട്ടൻ പറഞ്ഞേ, രേവതി പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ നടപ്പിലാക്കാം. എന്തായാലും നമുക്ക് 3 പേർക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കാം, എന്തെങ്കിലും ഐഡിയ കിട്ടാതിരിക്കില്ല. അത് പറഞ്ഞ് അവർ 3 പേരും തല പൊതിഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. അല്ല, സത്യത്തിൽ ശിവാനി മാത്രമേ ആലോചിക്കുന്നുള്ളൂ, ബാക്കി 2 പേരും ആലോചിക്കുന്ന പോലെ അഭിനയിക്കുക മാത്രമാണ്. ആ കിട്ടിപ്പോയി, ഒരു സൂപ്പർ ഐഡിയ, അത് പറഞ്ഞ ശിവാനി ചാടി എണീറ്റു. എന്ത് ഐഡിയ? പാർവണ ചെറിയ ഭയത്തോടെയാണ് അത് ചോദിച്ചത്. അതൊക്കെ ഞാൻ പറയാം, അതിന് എനിക്ക് നിങ്ങളുടെ 2 പേരെ ഹെൽപ്പ് ആവശ്യമുണ്ട്, അത് പറഞ്ഞ് ശിവാനി തൻ്റെ ഐഡിയ ദേവുവിനോടും പാർവണയോടും പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ വർക്കൗട്ടാവോ ശിവാനി? ഇതുപോലെ പഴയ സിനിമയിലെ ഐഡിയ പോലെ ഉണ്ട്, ചെറിയ ഐഡിയോടെ ദേവു പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടി പോയാ പോയി. പക്ഷെ ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ശിവേട്ട ഇവിടെ ഉണ്ടാവാൻ പാടില്ല, രേവതി പറഞ്ഞു. അത് ശരിയാണ്, നാളെ ഉച്ചയ്ക്ക് ശേഷം കണ്ണേരന് ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാ ഇതൊക്കെ സെറ്റപ്പ് ആക്കുക? അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട, നാളെ രാമവച്ചനെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടർ എന്തോ ടെസ്റ്റിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. 4 മണിക്കാണ് പോകണ്ടേ, ആ സമയം നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാം, പാർവണ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതിന് രേവതി അവളെ തുറിച്ചു നോക്കി. അപ്പോഴാണ് താൻ എന്താന്ന് പറഞ്ഞത് ബോധം പാർവണയ്ക്കും വന്നത്. നീ എന്താ തുമ്പി കാണിക്കണേ? നിന്റെ കെട്ടുകണെ കറക്കിയെടുക്കാനുള്ള റൂട്ട് നീ തന്നെ ക്ലിയർ ആക്കി കൊടുക്കട്ടാ, അവളുടെ മനസ്സ് അവളോട് പറഞ്ഞു. വാവിട്ട വാക്കും കൈവിട്ട പ്രവൃത്തിയും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ലേ? അതോ കൈവിട്ട വാക്കും വാവിട്ട പ്രവൃത്തി എന്നാണോ? എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നാവിൽ നിന്ന് വരാനുള്ളത് വന്നു. ഇനിയിപ്പോൾ പഴഞ്ചൊല്ല് പറഞ്ഞിട്ടും കടകഥ പറഞ്ഞിട്ട് ഇനി എന്ത് നാശമെങ്കിലും ആവാട്ടെ, എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാർവണ എന്താ ആലോചിക്കണേ? എന്താ ഓർത്ത് അന്തം വിട്ടിരിക്കുന്ന പാർവണയെ തട്ടി വിളിച്ചുകൊണ്ട് ശിവ ചോദിച്ചു. ഒന്നുമില്ല, ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കട്ടെ, അത് പറഞ്ഞ് ഇന്നലത്തെ പോലെ പാർവണ ബെഡിൻ്റെ അറ്റത്ത് വന്ന് കിടന്നു. ഇന്ന് ഞാൻ പാർവണയുടെ ഒപ്പമാണ് കിടക്കണേ, എനിക്കെന്താ ഇയാളുടെ എവിടേക്കോ ഒരു സിസ്റ്റർ ഫീല് തോന്നുന്നുണ്ട്, അത് പറഞ്ഞ് ശിവാനി അവളുടെ അരികിൽ കിടന്നു. പക്ഷെ അത് പാർവണയുടെ മനസ്സിൽ തന്നെ കൊണ്ടു. പാവം, ഞാൻ കൂടെ ഞാൻ ഇവളെ ചതിക്കുകയല്ല ചെയ്യണേ. സത്യമൊന്നും അറിയാതെ ഇവളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നുന്നുണ്ട്. എന്ന് വെച്ച് ഞാൻ ചെവിയെ വിട്ടു തരില്ല, അത് വേറെ കാര്യം, അവൾ മനസ്സിൽ കരുതിക്കൊണ്ട് പാർവണ ഉറങ്ങാൻ കിടന്നു.
രാവിലെ രേവു വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതും ശിവയും ദേവയും ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. ടേബിളിന്റെ ഏറ്റവും അറ്റത്തായി ദേവയും അതിൻ്റെ അപ്പുറത്തായി ശിവയും തൊട്ടരികിലായി ശിവാനിയാണ് ഇരിക്കുന്നത്. പാർവണ എപ്പോഴത്തെയും പോലെ ശിവയുടെ ഓപ്പോസിറ്റുള്ള ചെയറിലാണ് ഇരുന്നത്. തൊട്ടപ്പുറത്തായി രേവതിയും അതിനപ്പുറത്തായി പ്രിയമോക്ക് ഭക്ഷണം വാരിക്കൊടുത്ത അമ്മയും ഇരിക്കുന്നുണ്ട്. ഇതെന്താ കണ്ണേൻ്റെ കഴുത്തിലൊരു പാട്? കഴുത്തിലെ ചുവന്ന അടയാളം കണ്ടുകൊണ്ട് ശിവാനി ചോദിച്ചു. ശിവാനി തൊട്ടതും ശിവ എരി വലിച്ചുകൊണ്ട് അവളുടെ കൈ തട്ടി മാറ്റി. അത് പിന്നെ എന്തോ കടിച്ചാന്ന് തോന്നുന്നു. അവൻ ടീഷർട്ട് കുറച്ചുകൂടെ കയറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കടിക്കാൻ? അത് ഈ കഴുത്തില് ചുവന്ന് തിണർത്ത് കിടക്കണ കണ്ടില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ശിവാനി വേവലാതിയോടെ ചോദിച്ചു. അതൊന്നും സാരില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. അതൊന്നും പറ്റില്ല കണ്ണേട്ട, എന്താ കടിച്ചെന്നറിയില്ലല്ലോ, ചിലപ്പോൾ പോയിസൺ ഉണ്ടാവും. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. അതൊന്നും വേണ്ട, ഇതിന് പോയിസൺ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കണ്ണേട്ടന് അറിയാം എന്താ കടിച്ചെന്ന്? അവൾ സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ അറിയില്ല, അവൻ പതർച്ചയോടെ പറഞ്ഞു. അതേസമയം രേവതിയുടെ അമ്മയുടെ നോട്ടം ചെന്നെത്തിയത് പാർവണിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആരെയും തല ഉയർത്തി നോക്കാതെ പ്ലേറ്റിൽ തന്നെ തല താഴ്ത്തിയിരുന്നു. എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ കണ്ണേട്ടാ. ശിവാനി ഇങ്ങനെ ടെൻഷൻ ആവാന്ന് ഒന്നുമില്ല, ഇത് വല്ല ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും കടിച്ചായിരിക്കും അല്ലേ ദേവു? അവൻ രേവതിയെ നോക്കി ചോദിച്ചു. അതെ ദേവേട്ടാ, വേറെ ഉറുമ്പല്ല, ഒരു കട്ടുറുമ്പ് എന്നാ തോന്നണേ, കുറച്ച് വലിയൊരു കട്ടുറുമ്പ് അല്ലേ അമ്മേ? അതെ അതെ. അവർ മൂന്നുപേരും പാർവണിയെ കളിയാക്കാൻ തുടങ്ങി. ശിവയാണെങ്കിൽ അത് കേട്ട് വേഗം ഭക്ഷണം കഴിക്കാൻ നിർത്തി എണീറ്റു. മുഴുവൻ കഴിക്കുന്നില്ലേ കണ്ണേട്ടാ? അവൻ കഴിക്കുന്നത് കണ്ട് ശിവാനി ചോദിച്ചു. മതി, എനിക്ക് ഓഫീസിൽ പോകാൻ റെഡി ആവണം. അത് പറഞ്ഞ് അവൻ വേഗം മുകളിലേക്ക് പോയി. അവന് പിന്നാലെ പ്ലേറ്റ് എടുത്ത് പാർവണ അടുക്കളയിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് എല്ലാവരും കൂടെ തന്നെ കളിയാക്കി കൊല്ലുക എന്നറിയുന്നതിനാൽ പാർവണ പതിയെ റൂമിലേക്ക് പോയി. റൂമിൽ എത്തിയപ്പോൾ ശിവ അകത്തുണ്ട് എന്ന് മനസ്സിലായി. ആൾ ഓഫീസിൽ പോകാൻ റെഡിയാവാണ്. ആ സമയത്ത് അവൻ്റെ മുന്നിലേക്ക് പോയാൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം മുഴുവൻ തന്നോട് തീർക്കുന്നറിയാവുന്നതുകൊണ്ട് പാർവണ ശബ്ദം ഉണ്ടാക്കാതെ ബാൽക്കണിയിലേക്ക് പോയി. ശിവ കുറേ നേരം റൂമിൽ പാർവണയെ വെയിറ്റ് ചെയ്തെങ്കിലും അവൾ റൂമിലേക്ക് വരുന്നത് കാണുന്നില്ല. അതുകൊണ്ട് ശിവ പാർവണയെ നോക്കി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് അവൾ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടത്. അകലേക്ക് നോക്കി എന്തോ കാര്യമായ ആലോചനയിലാണെന്ന് ശിവയ്ക്ക് മനസ്സിലായി. അവൻ വേഗം അവളുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ച് റൂമിലേക്ക് നടന്നു. വേദനിക്കുന്ന ശിവ, വിട്, പാർവണ കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ ശിവ അതൊന്നും കേൾക്കാതെ അവളെ വലിച്ച് റൂമിലേക്ക് കയറി. എന്താ കാര്യം? പാർവണ ചോദിച്ചു. എന്താ കാര്യം എന്ന് നിനക്കറിയില്ലേ? നീ കാരണമാണ് അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെട്ടെ. നിങ്ങൾ മാത്രമല്ലല്ലോ, ഞാനും ആവശ്യത്തിന് നാണം കെട്ടു, ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ, അവൾ തിരിച്ചു പറഞ്ഞു. ഇത് നോക്കിക്കേ, ഇതെന്താ കാണിച്ചു വെച്ചേ? ഇതും കണ്ട് ഞാൻ എങ്ങനെ പുറത്തേക്ക് പോവാ? ചുവന്ന് കിടക്കണ കണ്ടില്ലേ? ശിവ തൻ്റെ കഴുത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ, നീ ഷർട്ട് ഇട്ടാൽ മതി, അപ്പം ആരും കാണില്ല, അവൾ നിസ്സാരമായി പറഞ്ഞു. ആണോ? അപ്പം ആരും കാണില്ലേ? അവൻ അവളുടെ അരികിലേക്ക് നീങ്ങിക്കൊണ്ട് തന്നെ ചോദിച്ചു. നിങ്ങളെങ്ങോട്ടാ? അവിടെ സംസാരിച്ചാൽ മതി, കൈ ഉയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നെ നോവിച്ചിട്ട് നീ സുഖമായിട്ട് പോവാന്ന് കരുതണ്ട, ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ശിവ അങ്ങോട്ട് തരൂ. അത് പറഞ്ഞ ശിവ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. സോറി, ലെങ്ത് ഇല്ല, ബാക്കി നാളെ സെറ്റാക്കാം കേട്ടോ. ഇത്രയും കാലം തല്ലുകൂടിയില്ലേ, ഇനി കുറച്ച് റൊമാൻസ് ആയാലോ. അപ്പോൾ ബൈ, താങ്ക് യു. നിങ്ങളുടെ കമൻ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബൈ.